നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. IPL ആരംഭിക്കാൻ 1-2 ദിവസങ്ങൾ മാത്രം എല്ലാവരും ആവേശത്തിൽ നിൽക്കുമ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാമ്പിൽ നിന്ന് ഏറ്റവും പുതിയൊരു വാർത്ത പുറത്തേക്ക് വരുന്നത് അവരുടെ ആദ്യ 3 മത്സരങ്ങളിൽ നായകനായിട്ട് റിയാൻ പരാഗ് ആയിരിക്കും. ഇത് ഒഫീഷ്യലി കൺഫേം ചെയ്ത വാർത്തയല്ലെന്ന് ആദ്യം തന്നെ പറയട്ടെ. ഇതിൻ്റെ സോഴ്സ് പ്രസ് ടെസ്റ്റ് ഓഫ് ഇന്ത്യയാണ്. PTI ആണ് ഇക്കാര്യം ഇപ്പോൾ ബിഗ് സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബ്രേക്കിംഗ് ന്യൂസാണ്. അതിൽ പറയുന്നത് സഞ്ജു സാംസണിന് ഇപ്പോഴും സെൻറ്റർ ഓഫ് എക്സലൻസിൽ നിന്ന് BCCIയുടെ സെൻറ്റർ ഓഫ് എക്സലൻസിൽ നിന്ന് കീപ്പിങ്ങിനുള്ള ക്ലിയറൻസ് ലഭിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആദ്യ 3 മത്സരങ്ങൾ കളിച്ചേക്കില്ല. പകരം റിയാൻ പരാഗ് ആയിരിക്കും ആ മത്സരങ്ങളിൽ അവരെ നയിക്കുക എന്നാണ് ഇപ്പോൾ PTI പുറത്തുവിടുന്നത്. PTIയുടെ റിപ്പോർട്ട് നോക്കാം. രാജസ്ഥാൻ റോയൽസ് സ്കിപ്പർ സഞ്ജു സാംസൺ ടു മിസ് ഫസ്റ്റ് 3 IPL മാച്ചസ് as BCCI Center of Excellence yet to clear him for wicket-keeping duties. റിയാൻ പരാഗ് സെറ്റ് ടു ബിക്കം യങ്ങസ്റ്റ് IPL ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ പരാഗ് IPL ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റനാകാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം രാജസ്ഥാൻ റോയൽസിനെ നയിക്കാൻ പോകുന്നു എന്നർത്ഥം. PTIയുടെ കുഷാൻ സർക്കാർ കുറച്ചുകൂടി വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് സഞ്ജു സാംസണ് ആദ്യത്തെ 3 IPL മത്സരങ്ങൾ നഷ്ടമാകും. He is yet to get clearance to keep from Center of Excellence, അതായത് NCAയുടെ സെൻറ്റർ ഓഫ് എക്സലൻസിൽ നിന്ന് അദ്ദേഹത്തിന് ഇതുവരെ വിക്കറ്റ് കീപ്പിങ്ങിനുള്ള ക്ലിയറൻസ് ലഭിച്ചിട്ടില്ല. റിയാൻ പരാഗ് ടു ലീഡ് എന്നാണ്. ആദ്യത്തെ 3 മത്സരങ്ങൾ സഞ്ജുവിന് നഷ്ടമാകും. റിയാൻ പരാഗ് അവരെ നയിക്കും എന്നാണ് ഇപ്പോൾ PTI പ്രസ് ടെസ്റ്റ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. രാജസ്ഥാൻ റോയൽസ് ഇക്കാര്യം ഇനിയും കൺഫേം ചെയ്യേണ്ടതുണ്ട്. ലഭ്യമായ വിവരം, ഏറ്റവും ബ്രേക്കിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വിവരം ഇതാണ്. ഏതായാലും ആദ്യ 3 മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ മാർച്ച് 23-ന് തന്നെ രാജസ്ഥാൻ റോയൽസിന് കളിയുണ്ട്. അത് SRHനെതിരെ ഉച്ചയ്ക്ക് ശേഷം 3:30 കളിയാണ്. അതിനുശേഷം മാർച്ച് 26-ന് KKRുമായിട്ട് അവർ കളിക്കുന്നുണ്ട്. പിന്നീട് മാർച്ച് 30-ന് CSKയുമായിട്ടും കളിയുണ്ട്. ഈ 3 മത്സരങ്ങൾ സഞ്ജു സാംസണിന് മിസ്സാകുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.